നമ്മുടെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് 2-3 ദിവസത്തെ മഴയ്ക്ക് ശേഷം നല്ലൊരു അടിപൊളി ക്ലൈമറ്റ്. എന്ത് ഭംഗിയല്ല കാണാൻ വേണ്ടിയിട്ട്, നല്ല ഇളം വെയിലൊക്കെ ആയിട്ട്. അപ്പോൾ ഇതേ നമുക്കിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്, രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് അവൽ നനച്ചതും കട്ടൻ ചായയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ മധുരം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ കട്ടൻ ചായയിലും മധുരം ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ തിണ്ണയിലിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. നമ്മുടെ ഈ താഴെയായിട്ട് ഒരുപാട് ചേമ്പ് നിൽപ്പുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇഷ്ടംപോലെ നിൽപ്പുണ്ട്. പക്ഷേ ഇതിലൊരു കാര്യം എന്നാന്ന് വെച്ചാൽ ഇതിൽ കിഴങ്ങ് അധികം ഉണ്ടാകുകയില്ല. അതെന്നു വെച്ചാൽ ഇത് മാടിൻ്റെ സൈഡിൽ തന്നെ നിൽക്കുന്നതുകൊണ്ട് ഇതിൻ്റെ അകത്ത് മണ്ണില്ലല്ലോ. അപ്പോൾ മണ്ണില്ലാത്തതുകൊണ്ട് നമുക്ക് അധികം ഇത് കിഴങ്ങൊന്നും ഉണ്ടാകുകയില്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പറിച്ചു നോക്കിയിട്ട് ഒരെണ്ണം കിട്ടിയുള്ളൂ. അത് അതേപടി എന്നെ തിരിച്ച് കുഴിച്ച് വെച്ചതാണ് കേട്ടോ. ആ കിഴങ്ങെടുത്തു, എന്നിട്ട് ബാക്കി അതേപടി എന്നെ എടുത്ത് കുഴിച്ച് വെച്ചതാണ്. കണ്ടില്ലേ. അപ്പോൾ മഴയൊക്കെ കഴിഞ്ഞ് നല്ലൊരു ഇളം വെയിലൊക്കെ ആയിട്ട് നല്ലൊരു ഭംഗിയുള്ളൊരു ക്ലൈമറ്റാണല്ലേ, കാണാൻ തന്നെ എന്ത് രസമല്ലേ. നടി എന്താ ഒരു കള്ളത്തരം, ഒരു കള്ളത്തരം എന്നാ എന്ന് എന്താ ഒരു ഇതായിട്ട് നിനക്കൊരു കള്ളത്തരം? എന്താ എന്താ ഒരു കള്ളത്തരം? വിശക്കുന്നുണ്ടോ? ഉണ്ടോ? വിശക്കുന്നുണ്ടോ? ബൈ. അപ്പോൾ ദേ മഴയും കാറ്റും ഒക്കെ കൊണ്ട് തളർന്നു പാടിയിരുന്ന നമ്മുടെ ചെടി താണ്ട നല്ല വെയിലൊക്കെ കിട്ടിയപ്പോൾ നല്ല സുന്ദര കുട്ടനായിട്ട് നല്ല ഭംഗിയിൽ നിൽപ്പുണ്ടല്ലേ. അപ്പോൾ അതേ അപ്പുറം സൈഡിൽ നിന്ന് മഴക്കാരൻ കയറുന്നുണ്ട്. പക്ഷേ ഇതേ മാനം നോക്കി എന്തൊരു ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ ആകാശത്തിലുള്ള കൊട്ടാരം എന്നൊക്കെ പറയുന്ന കണക്ക് എന്തൊരു ഭംഗിയല്ലേ. നമ്മുടെ വീടിൻ്റെ മണ്ടയ്ക്ക് ഒരു പേര ചാഞ്ഞ് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതിലിഷ്ടംപോലെ പേരയ്ക്ക്, അതിപ്പോൾ ഷീറ്റിലേക്ക് ഇങ്ങനെ വീഴുന്നതുകൊണ്ട് ഭയങ്കര ഒച്ച കേട്ടോ. അപ്പോൾ അത് പോയിട്ട് വന്നിട്ട് പറിച്ച് കളയാന്ന് ഓർത്താണ്. അപ്പോൾ അത് അങ്ങനെ ഞങ്ങൾ ഇറങ്ങി കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങി വേറെ അങ്ങോട്ടല്ല, വീടിൻ്റെ അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ടാട്ടോ. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്, തോടും പാടവും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇത് ഞങ്ങൾ പോകുന്ന വഴിക്കുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ. പാടവും തെങ്ങും തോടും അതിൻ്റെ നടുക്കൂടെ ഒരു തോടൊക്കെ ഒഴുകുന്നുണ്ട്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലം കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ച സ്ഥലത്തെത്തി. ഇവിടെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഞങ്ങൾ വന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ തോട്ടിൽ. മഴയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് ഇതൊന്ന് വെള്ളം കയറി ഇറങ്ങിയത് കൊണ്ട് തന്നെ ആ വെള്ളത്തിൽ ഒഴുകി വന്ന കമ്പും കോലും മരക്കഷ്ണങ്ങളൊക്കെ ആയിട്ടോ. അവിടെ ഒരു പാലമുള്ളത് കൊണ്ട് തന്നെ അതിലിങ്ങനെ തടഞ്ഞ് കിടക്കുമായിരുന്നേ. ആരും എടുത്ത് കളയാനൊന്നും ഇല്ലല്ലോ. അപ്പോൾ അവിടെ തന്നെ അങ്ങനെ കിടക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു തോടിൻ്റെ സൈഡ് മൊത്തം മറ്റേ വെള്ളിലെ ചെടിയില്ലേ, നമ്മൾ താളി ഉണ്ടാക്കുന്നത്, അതാണ് കേട്ടോ. നിറയെ ആ ചെടിയാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് പേരയ്ക്ക പറിച്ച് കളയാൻ വേണ്ടിയിട്ട് തുടങ്ങുക കേട്ടോ. ഈ രാത്രി ആയിക്കഴിഞ്ഞാൽ നമ്മൾ കിടക്കുമ്പോഴൊക്കെ ചിലപ്പോൾ ഷീറ്റിൻ്റെ മണ്ടയ്ക്ക് വീഴുമ്പോഴൊക്കെ പെട്ടെന്ന് നമ്മൾ പേടിക്കും കേട്ടോ. ഇഷ്ടംപോലെ പേരയ്ക്ക ഉണ്ടായി കിടപ്പുണ്ട്. പിന്നെ കുറേയൊക്കെ വെള്ളം കയറി പഴുത്ത് വെള്ളം കയറിയൊക്കെ പോയിട്ടോ. അപ്പോൾ ഇഷ്ടംപോലെ പേരയ്ക്ക ഉണ്ടായി കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറിച്ച് എടുക്കുമായിരുന്നു കേട്ടോ. കുറേയൊക്കെ ഒരുപാട് മുകളിലാണ് കിടക്കുന്നത്. അപ്പോൾ അത് എത്താനൊക്കെ കുറച്ച് പാടാ. തോട്ടിക്കും അധികം നീളമൊന്നുമില്ല. അപ്പം എത്തുന്നതൊക്കെ ഇങ്ങനെ പറിച്ചെടുക്കുമായിരുന്നു കേട്ടോ. നല്ല വെയിലാണ് കേട്ടോ. വെച്ചാൽ ഒരു വൈകുന്നേര സമയമായിരുന്നേ. കണ്ടില്ലേ, നല്ല വെയിലുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ക്ലൈമറ്റ് കാണാൻ വേണ്ടിയിട്ട് തന്നെ കേട്ടോ. കുറേ ദിവസത്തിന് ശേഷം ഇങ്ങനെ ഒരു ക്ലൈമറ്റ് കണ്ടുകൊണ്ടായിരിക്കാം. അപ്പോൾ അതേ പേരയ്ക്കൊക്കെ പറിച്ച് കഴിഞ്ഞ് എത്തുന്നതൊക്കെ പറിച്ചിട്ടോ. അപ്പോൾ അതേ പറിച്ചതൊക്കെ നമ്മൾ താഴെ വീണ് കിടക്കുന്നതൊക്കെ എടുക്കുവാണ്. മൂത്ത പേരയ്ക്കയും മൂക്കാത്തതും ഒക്കെ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇത്രയും പേരയ്ക്ക നമുക്ക് കിട്ടിയേ. കണ്ട, ഇത്രയും പേരയ്ക്ക കിട്ടി. അപ്പോൾ പേരയ്ക്കൊക്കെ പറിച്ചെടുത്തു, അങ്ങനെ വെച്ചിട്ടോ. കണ്ടില്ലേ. അത് കഴിഞ്ഞ് വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ രണ്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോയതായിരുന്നു കേട്ടോ. അപ്പോൾ ചായയും ഓംലേറ്റും ഒക്കെ കഴിച്ച് അന്നേരം ഒരു മഴയൊക്കെ പെയ്ത് കഴിഞ്ഞായിരുന്നു കേട്ടോ. കണ്ടില്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.